ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ടെക് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു പെഡൽ ഓപ്പറേറ്റിംഗ് സാനിറ്റൈസർ മെഷീനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലെ ഈ പെഡലിൽ ചവിട്ടുമ്പോൾ സാനിറ്റൈസർ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സാനിറ്റൈസർ മെഷീനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് കൂടി വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാനായി ആദ്യമായി വേണ്ടത് ഇതേപോലെയുള്ള PVC പൈപ്പാണ്. 1.5 ഇഞ്ചിൻ്റെ 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു PVC പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ 2 എൽബോ ആവശ്യമുണ്ട്. 1.5 ഇഞ്ചിൻ്റെ എൽബോ ആണ്, ഇതും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെ നേരത്തെ എടുത്തതുപോലെയുള്ള PVC പൈപ്പ് തന്നെയാണ്. 1.5 ഇഞ്ചിൻ്റെ 30 സെൻറ്റിമീറ്റർ നീളം വരുന്ന 4 PVC പൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നീട് ആവശ്യം വരുന്നത് ടീ ആണ്. 1.5 ഇഞ്ചിൻ്റെ 2 ടീയും നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തെടുക്കാം, മുഴുവനായിട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായി ഈ 50 സെൻറ്റിമീറ്റർ നീളം വരുന്ന പീസാണ് നമ്മൾ ആദ്യമായി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 എൽബോ കുടുക്കി കൊടുക്കാം. 2 സൈഡിലും നമുക്ക് നന്നായിട്ട് തന്നെ എൽബോ കുടുക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത 4 പീസ് ഉള്ള ആ 30 സെൻറ്റിമീറ്റർ നീളം വരുന്നത് നമുക്ക് 2 സൈഡിലും ഓരോന്ന് വീതം കുടുക്കി കൊടുക്കാം. അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ നമ്മൾ കുടുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡിലും നന്നായിട്ട് തന്നെ കുടുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ നേരത്തെ എടുത്ത ആ ടീ എടുത്ത് ഈ 30 സെൻറ്റിമീറ്റർ വെച്ചതിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം അടുത്ത 30 സെൻറ്റിമീറ്റർ വരുന്നതും നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ടീയിൽ നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. 2 സൈഡിലും നമുക്ക് ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെ 2 എൻഡ് ഗ്യാപ്പ് ആണ്. എൻഡ് ഗ്യാപ്പ് നമുക്ക് ഇതേപോലെ 2 സൈഡിലും നന്നായിട്ട് തന്നെ കുടുക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരെ അടുത്ത വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെ 2 ടീ, 1.5 ഇഞ്ചിൻ്റെ 2 ടീയും 1.5 ഇഞ്ചിൻ്റെ 2 എൽബോയും നമുക്ക് ഇതിനായി ആവശ്യമായി വരുന്നുണ്ട്. ഇതേപോലെ 1.5 ഇഞ്ചിൻ്റെ 2 എൽബോ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 10 സെൻറ്റിമീറ്റർ നീളത്തിനുള്ള ഒരു PVC പൈപ്പും 7 സെൻറ്റിമീറ്റർ നീളത്തിനുള്ള ഒരു PVC പൈപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഈ 10 സെൻറ്റിമീറ്റർ നീളമുള്ളതിൽ നമുക്കൊരു എൽബോ കണക്ട് ചെയ്തതിന് ശേഷം 7 സെൻറ്റിമീറ്റർ ഉള്ളത് അതിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ മറ്റേ തലയിൽ. അതിനുശേഷം നമുക്ക് ഈ ടീ എടുത്ത് അതിൻ്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് മറ്റേതും ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ 2 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതേപോലെ നമുക്ക് 2ഉം ഒന്ന് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആ ഫ്രെയിമിലേക്ക് ഒന്ന് കുടുക്കി കൊടുക്കാം. ഫ്രെയിമിൽ നമ്മൾ ആ ടീ വെച്ച സ്ഥലത്തെയാണ് നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത്. ഇതേപോലെ നമുക്ക് ഈ ഫ്രെയിമിൽ ഇത് ഇവിടെ കുടുക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കുടുക്കിയെടുക്കാം. ഇതേപോലെ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് നമുക്ക് ഇത് 2ഉം ഒന്ന് കുടുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി വേണ്ടത് ഇതേപോലെ 2 ഇഞ്ചിൻ്റെ തന്നെ 30 സെൻറ്റിമീറ്റർ നീളത്തിനുള്ള 2 PVC പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഈ സൈഡിൽ നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 2ഉം നന്നായിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി വേണ്ടത് ഇതേപോലെ 2 ഇഞ്ചിൻ്റെ ഒരു ടീ ആവശ്യമുണ്ട്. അതേപോലെ 2 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്ന 2 റെഡ്യൂസറും നമുക്ക് ആവശ്യമുണ്ട്. ഇനി അടുത്തതായി ഇതേപോലെ ഇത് 2ഉം ഒന്ന് കണക്ട് ചെയ്തെടുക്കാം. 2 ഇഞ്ച് പൈപ്പ് വെച്ച് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 2 സൈഡും നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെ 1 ഇഞ്ചിൻ്റെ ചെറിയ പീസാണ്. ഇത് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അടുത്ത സൈഡിൽ നമുക്ക് ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഫ്രെയിമിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1.5 ഇഞ്ചിൻ്റെ ടീ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു ടീ കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഫ്രെയിമിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രെയിമിൽ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുത്ത വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി വേണ്ടത് ഇതേപോലെ ഒരു ഫ്രെയിം നമുക്ക് ആവശ്യമുണ്ട്. ഇതേപോലെ 100 സെൻറ്റിമീറ്റർ നീളവും
30 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന ഒരു ഫ്രെയിമാണ് ഇത്. ഇതിൻ്റെ അളവ് 1 ഇഞ്ചാണ്. 1 ഇഞ്ചുള്ള പൈപ്പാണ് ഇത് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഫ്രെയിം 1.5 ഇഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇത് നല്ലോണം കടന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് അയച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ഫ്രെയിമിലേക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് അയച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫ്രെയിമിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പീസ് ഇതിൻ്റെ അടിഭാഗത്തുമായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ സാനിറ്റൈസർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്കിത് മുഴുവനായിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. നല്ലവണ്ണം നിൽക്കാൻ തന്നെ ഇത് നമുക്കൊന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഫ്ലഷ് ക്യൂക്കാണ് ഉപയോഗിക്കുന്നത്. ഫ്ലഷ് ക്യൂക്ക് വെച്ച് നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒട്ടിച്ച് കൊടുക്കാം. ഇതേപോലെ ജോയിൻ്റ് കൊടുത്ത എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് ഗ്ലൂ ചെയ്ത് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് സാനിറ്റൈസർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഞങ്ങൾ മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റിയെടുത്തതാണ്. ഇതേപോലെ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അടിഭാഗത്ത് ചവിട്ടുമ്പോൾ സാനിറ്റൈസർ പുറത്തേക്ക് വരുന്നതാണ്. അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് സാനിറ്റൈസറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതേപോലെ ഇവിടെ ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് സാനിറ്റൈസർ വരുന്നതായി നിങ്ങൾക്ക് കാണാം. ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ സുഖമായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ സാനിറ്റൈസർ മെഷീൻ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. ഇതേപോലെ നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കി വെക്കാനും കഴിയുന്നതാണ്. ഷോപ്പുകളിലും വീടുകളിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ കഴിയുന്നതാണ്. ഇത് പീടികയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതിട്ടാൽ ഒന്നിന് നല്ല രീതിയിൽ തന്നെ റേറ്റ് വരുന്നതാണ്. അപ്പം ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഇതിട്ടാൽ ഉണ്ടാക്കി നോക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഈ പ്രെഡൽ ഓപ്പറേറ്റിംഗ് സാനിറ്റൈസർ മെഷീൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. ഇതിന് കടയിലൊക്കെ നല്ല റേറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഷോപ്പുകളിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ദിസ് ഈസ് അബുൽ സൈനിങ് ഔട്ട്.